കഴിഞ്ഞ പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതിലേക്കുള്ള ഒരു ആമുഖമായിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഡ്രോയിങ്സ് എന്താണ്, അതിൻ്റെ ജേർണൽ എൻട്രി എല്ലാം നിങ്ങൾക്കറിയാം. ഈ പ്രസന്റേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. പല പല സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ അറിയാനായിട്ട് പോകുന്നത്. അതിനു മുൻപേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ് നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്നിരുന്നാൽ കൂടി അതെന്താണെന്നൊരു ചെറിയ ഐഡിയ. ദെൻ അതിനുശേഷം വേണം നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. എന്നിട്ട് വേണം ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നമുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ മണി വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ യൂസ്. എമൗണ്ട് വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ യൂസ് ആണ് ഇൻ ദ ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സിന്മേൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ മണി വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന മണി, പൈസയിന്മേൽ, പൈസ അല്ലെങ്കിൽ മണീസ് വർത്ത് ആണ് കേട്ടോ. പൈസ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഗുഡ്സ് ആവാം. നോർമലി പൈസയാണ് നമ്മളിവിടെ എടുക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ പൈസയിന്മേൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി ഇതൊരു കമ്പൽസറി ഐറ്റം ആണോ, നമുക്ക് നോക്കാം. Interest on drawings is to be charged from partners if it is specified in the deed. ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ഡീഡ്, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇഫ് ദർ ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവിടെ എന്ത് ചാർജ് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്താൽ മതി. അതർവൈസ് എന്താണ്, ഈ ഡ്രോയിങ്സിന് എന്തില്ല, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദി ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിങ് ദി ടൈം പീരീഡ് ഇൻവോൾവ്ഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അവിടെ എന്തുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, ടൈം പീരീഡ് കൂടി കൺസിഡർ ചെയ്യണം. അല്ലാതെ വെറുതെ ഒറ്റയടിക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല. എത്ര മാസം ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്, എത്ര മാസം ആ വിഡ്രോവൽസ്, അതായത് ആ പൈസ പാർട്ട്ണർ സൂക്ഷിച്ചിട്ടുണ്ട് കയ്യിലെങ്കിൽ അത്രയും മാസത്തേക്ക് മാത്രം ഇൻട്രസ്റ്റ് കണ്ടാൽ മതി. അല്ലാതെ എപ്പോൾ വിഡ്രോ ചെയ്താലും ഹോൾ ഇയറിലേക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ആ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ് പറയുന്നത്. ഒരു ജേർണൽ എൻട്രി എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾ നേരത്തെ അതായത് ഇയർ എൻഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നു. എവിടെയാണ്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് അത് ചാർജ് ചെയ്യുന്നത് അല്ലേ. അത് നോർമലായിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലും, ഫിക്സഡ് മെത്തേഡിലാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലുമാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്നത് എവിടെയാണ്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതിപ്പോൾ നമ്മൾ പല സിറ്റുവേഷനിലായിട്ട് കണ്ടുവരുന്നതാണ്. ജേർണൽ എൻട്രീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എവിടേക്ക് പോകാം, എങ്ങനെ വേരിയസ് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് എന്ത്, എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദി ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആർ ഗിവൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം പരിചയപ്പെടുന്നത്. എന്താണ്, എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാണ് വിഡ്രോവൽസ് നടത്തിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇക്വേഷനിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തത് എന്താണ്, ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ ബട്ട് ദി എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ. നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവില്ല, എന്നാണ് വിഡ്രോ ചെയ്തതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എമൗണ്ടും റേറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഐറ്റം മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ ഐറ്റത്തിന് പകരം നമ്മളൊരു ആൾട്ടർനേറ്റ് കണ്ടെത്തിയേ തീരും. അതെന്താണെന്ന് ആ സിറ്റുവേഷൻ പരിചയപ്പെടുമ്പോൾ നമുക്ക് പഠിക്കാം. മൂന്നാമത്തത് എന്താണ്, ഡിഫറെന്റ് എമൗണ്ട്സ് വിഡ്രോൺ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. പല പല ഇന്റർവെൽസിലായിട്ട്, അതായത് ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊന്നുമല്ല വിഡ്രോവൽസ് നടന്നിട്ടുള്ളത്. പല പല എമൗണ്ടുകൾ പല പല സമയങ്ങളിലായിട്ട് വിഡ്രോ ചെയ്യാണ്. എന്തെങ്കിലും പണത്തിന് അത്യാവശ്യമുള്ള ആളായിട്ടായിരിക്കാം അങ്ങനെ വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ അനുവദിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ പല പല ഡേറ്റുകളായിരിക്കും, പല പല എമൗണ്ടുകളായിരിക്കും, റേറ്റ് മാത്രം സെയിം ആയിരിക്കും. റേറ്റ് ഇങ്ങനെ മാറുമോ ഇടയ്ക്കിടയ്ക്ക്, ഇല്ല.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കണം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്. അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട് അല്ലെ. എല്ലാ മാസവും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നു. ആ വിഡ്രോ ചെയ്യുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഡേയിലാവാം, ചിലപ്പോൾ 15-ാം തീയതി. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആണല്ലോ നോർമലി, അല്ലെങ്കിൽ 15-ാം തീയതി, മിഡിലാവും, അല്ലെങ്കിൽ 31-ാം തീയതി ആവാം. എന്ന് വേണമെങ്കിൽ അയാൾ വിഡ്രോ ചെയ്യുന്നു. അങ്ങനെയുള്ളത് ഒരു സാലറി വിഡ്രോ ചെയ്യുന്ന പോലെ. സാലറി അല്ല കേട്ടോ, പേര് ഡ്രോയിങ്സ് തന്നെയാണ്. ഇനി അതുപോലുള്ള അടുത്ത മെത്തേഡാണ് എന്ത്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ഈച്ച് ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാൽഭാഗം എന്നാണ് അർത്ഥം അല്ലെ. അതായത് ഒരു വർഷത്തിന്റെ കാൽഭാഗം, 12 മാസത്തിന്റെ കാൽഭാഗം, 1/4. എത്രയാണ് വരുന്നത്? 3 മാസം. 3 മാസം 3 മാസം കൂടുമ്പോൾ വിഡ്രോവൽസ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ 5 സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ 3 സിറ്റുവേഷൻസ്, 2 സിറ്റുവേഷൻസ് വലിയ കുഴപ്പമില്ലാതെ പോകും. 3-ാമത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കാൽക്കുലേഷൻസ് കുറച്ച് കൂടും. 4-ാമത്തെയും 5-ാമത്തെയും സിറ്റുവേഷൻ ആകുമ്പോൾ ഒന്നുകൂടി ഇലാബറേറ്റഡ് ആവും. കാരണം അതിൽ തന്നെ 2-3 സിറ്റുവേഷൻ വേറെ പറയുന്നുണ്ട് നമ്മളോട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ അവസാനത്തെ 4ഉം 5ഉം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും ഇത് നമുക്ക് ഒരുമിച്ചും കാണാം. ഈ 3 സിറ്റുവേഷനും ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് എന്ത്, എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദി ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആർ ഗിവൺ. ഇത് 3ഉം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ? ഇവിടെ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഒരു ഇല്ലുസ്ട്രേഷൻ വെച്ചാണ് പരിചയപ്പെടുന്നത്. സുനിൽ withdrew ₹12,000 on September 1st, 2019 from the firm for his personal use. Interest rate 10%. Financial year closes on December 31st every year. സുനിൽ എന്ന് പറയുന്ന ആള് 12,000 രൂപ അത് വിഡ്രോ ചെയ്തിരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കാൻ എളുപ്പമാണ്. എത്ര പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത്? 10%. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്? 31st, ഡിസംബർ 31st എല്ലാ വർഷവും ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങുന്നത് എന്നായിരിക്കും? ജനുവരി 1st. ഡിസംബർ 31st ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ തുടങ്ങാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 12,000, അതായത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഇല്ലേ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് തന്നിട്ടുണ്ട്, 10%. പിന്നെ വിഡ്രോവൽസിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്, സെപ്റ്റംബർ 1st. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം പീരീഡ്. എമൗണ്ട് 12,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്, അപ്പൊ 10/100 ഇൻറ്റു ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്നാണ്? സെപ്റ്റംബർ 1-നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെപ്റ്റംബർ 1 തൊട്ട് എത്ര മാസം ഓർഗനൈസേഷൻ ആ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. സെപ്റ്റംബർ 1 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം വേണം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ എത്ര മാസത്തേക്ക് കാണണം? 4 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4/12 നോക്കാം. അങ്ങനെ തന്നെയാണോ കാണുന്നത് എന്നുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12,000 ഇൻറ്റു 10/100 ഇൻറ്റു 4/12. ഈ 4/12 എങ്ങനെയാ വന്നത്? 4 മാസമാണ് ആ വർഷം ഓർഗനൈസേഷനിൽ വിഡ്രോവൽസിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 1st ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആ സെപ്റ്റംബർ 1st തൊട്ട് ഡിസംബർ 31st ബുക്ക് ക്ലോസ് ചെയ്യും, ഡിസംബർ 31st വരെ 4 മാസമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടിരിക്കുന്നത്? 4/12. എമൗണ്ട് 12,000, റേറ്റ് 10/100, ടൈം 4/12 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 400 രൂപ. 400 രൂപയാണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ വലിയ എക്സ്പ്ലനേഷൻ ഒക്കെ തരുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇതിപ്പോ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. എന്താണ് അടുത്ത സിറ്റുവേഷൻ? ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ ബട്ട് ദി എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? വിഡ്രോവൽ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. പക്ഷേ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ്, ചെറിയ മാറ്റങ്ങളുള്ളൂ. വിഡ്രോ ചെയ്തിരിക്കുന്നത് 12,000 ആണ് ഡ്യൂറിങ് ദി ഇയർ. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടില്ല? നേരത്തെ അവിടെ സെപ്റ്റംബർ 1st ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല? ആ ഒരു പിൻവലിച്ച തീയതി തന്നിട്ടില്ല. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 31st ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇല്ല, എമൗണ്ട് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സെയിം ആണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് തന്നിരിക്കുന്നത്? എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം പീരീഡ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെയാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇവിടെ ടൈം പീരീഡ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 6/12 എന്ന് പറഞ്ഞിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഇയർ നമുക്ക് തന്നിട്ട് ഈ ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര മാസത്തേക്കാണ് കാണുന്നത്? 6 മാസത്തേക്ക്.
മനസ്സിലായോ? ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റൂളാണ് കേട്ടോ. സപ്പോസ് നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് എത്ര മാസത്തേക്ക് കാണണം? 6 monthsലേക്ക് കാണണം. അസ്യൂംഡ് ആസ് 6 months ഓൺ ആൻ ആവറേജ്. 6 മാസത്തെ ആവറേജ് ആയിട്ട് എടുത്തുകൊണ്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് വി ആർ അസ്യൂംഡ് ഇറ്റ് ആസ് 6 months. 6 മാസമാണ് നമ്മൾ ടൈം പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ 12,000 എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100, ടൈം പീരീഡ് 6/12. ഓക്കെ, എത്രയാണ് വരുന്നത്? 600. നേരത്തെ ഡേറ്റ് തന്നിട്ടുള്ള കാരണം നമുക്ക് ഇവിടെ 400 വന്നുള്ളൂ. അന്ന് തന്നെയാണ് അയാൾ വിഡ്രോ ചെയ്തതെങ്കിൽ കൂടി ആ ഡേറ്റ് ഇവിടെ തരാത്തത് അത് കാരണം നമുക്ക് എത്ര മാസത്തേക്ക് കണ്ടു? 6 മാസത്തേക്ക് കണ്ടു. അപ്പൊ ഇവിടെ എത്രയാണ് കിട്ടിയത്? 600 നമുക്ക് എമൗണ്ട് കിട്ടിയത്. ക്ലിയർ ആയോ? ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ നിങ്ങൾ കണക്കാക്കി വെക്കേണ്ടത്. ഇഫ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ, 6 months assumed as an average period. 6 മാസമാണ് നമ്മൾ ആവറേജ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് അല്ലെങ്കിൽ സിറ്റുവേഷനിലേക്ക് ഒന്ന് പോകാം. എന്താണിത്? ഡിഫറെന്റ് എമൗണ്ട്സ് വിഡ്രോൺ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. പല പല സമയങ്ങളിലായിട്ട് പല പല കാലഘട്ടങ്ങളിലായിട്ട് പല പല എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ നമ്മളെ സംബന്ധിച്ച്? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക മെത്തേഡ് യൂസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ് മെത്തേഡ്. ഇതാണ് ദി ഇൻട്രസ്റ്റ് മേ ബി കാൽക്കുലേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമ്മളിവിടെ പരിചയപ്പെടുന്ന പുതിയ മെത്തേഡിന്റെ പേരെന്താണ്? പ്രോഡക്റ്റ് മെത്തേഡ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കൊന്ന് നോക്കാം ഒരു പ്രോബ്ലം. മനു ആൻഡ് അലി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. മനുവും അലിയും പാർട്ട്നേഴ്സ് ആണ്. പ്രോഫിറ്റും ലോസും ഒക്കെ ഈക്വലി ആയിട്ട് ഷെയർ ചെയ്യുന്നത് 1:1. Ali withdrew the following amounts from the firm for his personal use during 2015. 2015 അലി ഈ താഴെ പറയുന്ന എമൗണ്ടുകളൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഏതാണ് എമൗണ്ടുകൾ? ജനുവരി 1-ാം തീയതി 7,000 രൂപ, ഏപ്രിൽ 1-ാം തീയതി 4,000 രൂപ, സെപ്റ്റംബർ 1-ാം തീയതി 5,000 രൂപ, ഡിസംബർ 1-ാം തീയതി 10,000 രൂപ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന ഇന്റർവെല്ലിലാണ് ഇത് വിഡ്രോ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഡേറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് ഏത് മെത്തേഡിന്റെ സഹായത്തോടു കൂടി ചെയ്യാം? പ്രോഡക്റ്റ് മെത്തേഡിന്റെ സഹായത്തോടു കൂടി ചെയ്യാം. നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി ചാർജ്ഡ് ഈസ് 10%. 10% ഇൻട്രസ്റ്റ്. മാത്രമല്ല ഫിനാൻഷ്യൽ ഇയർ ക്ലോസസ് ഓൺ December 31st എവറി ഇയർ. എല്ലാ വർഷവും December 31st ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യും. ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞ 2 വഴികളുണ്ട്. ഇപ്പൊ നിങ്ങളെ ഉള്ളിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് തന്നിരുന്നു? ഡേറ്റ് തന്നിരുന്നു, വിഡ്രോവൽസിന്റെ എമൗണ്ട് തന്നിരുന്നു, റേറ്റ് തന്നിരുന്നു. അതൊക്കെ ഈ പ്രോബ്ലത്തിലും ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ 4 സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് അങ്ങനെ ചെയ്ത് നോക്കാം എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ചെയ്യുക? 7,000 into 10/100. കാരണം ഇത് എന്താണ്? ജനുവരി 1-നാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇൻറ്റു 12/12 ചെയ്യേണ്ട. 12/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ? അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. 7,000 into 10/100 എന്ന് പറയുന്ന ആ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ എത്ര കിട്ടി? 700 രൂപ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ അന്ന് 4,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ എത്ര മാസം ഉണ്ട് നോക്കാം. ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ ഏപ്രിൽ കൂട്ടണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം ഉണ്ട്? 9 മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9 മാസത്തേക്കാണ് ഈ രണ്ടാമത്തെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കി 4,000 into 10/100 into 9/12. എത്രയാണ് എമൗണ്ട് കിട്ടുന്നത്? 300 രൂപ. ഇനി അടുത്തത് എന്താണ്? സെപ്റ്റംബർ 1-നാണ്. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം ഉണ്ട്? 4 മാസം അല്ലെ? ആ 4 മാസത്തേക്കാണ് എത്ര രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 5,000 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5,000 into 10/100 into 4/12. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഡിസംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ എത്ര ദിവസം ഉണ്ട്? എത്ര മാസം ഉണ്ട്? ഒരു മാസം. അപ്പൊ അടുത്ത കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഒരു മാസത്തേക്കാണ്. അതിന്റെ എമൗണ്ട് വന്നില്ല അല്ലെ? ഓക്കെ, അടുത്ത കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഒരു മാസത്തേക്കാണ്. 10,000 into 10/100 into 1/12. ഇത്രയാണ് എമൗണ്ട് കിട്ടുന്നത്? 83.3. ഇത് 4ഉം കൂടെ ചേർന്നതാണ് ഇയാളുടെ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ്. ടോട്ടൽ
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4 കൂടി ചേർന്ന് എത്ര രൂപ കിട്ടുക നോക്കി നോക്കൂ, 1250 രൂപ. ഓക്കെ അല്ലേ? ഇതാണ് നോർമൽ മെത്തേഡ്. ഇതിപ്പോ ഒരു 4 ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഒരു 10 ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകും അല്ലെ? അപ്പൊ അതിന് അവിടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്ത് തന്നിട്ടുള്ളത്, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ മെത്തേഡിൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എന്നിട്ട് ഇവിടെ കിട്ടുന്ന ആൻസറും അവിടെ കിട്ടുന്ന ആൻസറും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഈ ആൻസർ ഓർത്ത് വെച്ചോളൂ കേട്ടോ. 1250 ആണ് നമുക്ക് നോർമൽ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ഇനി പ്രോഡക്റ്റ് മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് പ്രോഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കിക്കേ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. 3 കോളാണ് സ്റ്റേറ്റ്മെന്റിനുള്ളത്. ഒന്ന് എന്താണ്, എമൗണ്ടുകൾ. ഈ എമൗണ്ടുകളും ഇവിടെ എടുത്ത് എഴുതിയിരിക്കണമെന്നേ ഉള്ളൂ. അടുത്തത് പീരീഡ് ഇൻ മന്ത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പീരീഡ് ഇൻ മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണക്കാക്കിയില്ലേ എത്ര മാസം ഉണ്ട് ഡിസംബർ 31 ആവാൻ എന്നുള്ളത്, ആ മാസം നിങ്ങൾ കണക്കാക്കി എഴുതുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. എങ്ങനെയാണ് പ്രോഡക്റ്റ് കാണുക, എമൗണ്ട് ഇൻറ്റു പീരീഡ് ഇൻ മന്ത്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. എമൗണ്ടും പീരീഡ് ഇൻ മന്ത്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, പ്രോഡക്റ്റ്. അപ്പൊ ആദ്യത്തെ പീരീഡ് ഇൻ മന്ത്സ് നോക്കി നോക്കിയേ, ജനുവരി 1 ആണ്. ജനുവരി 1 തീയതി തൊട്ട് ഡിസംബർ 31 തീയതി വരെ എത്ര മാസം ഉണ്ട്, 12 മാസം. 7000 ഇൻറ്റു 12 ചെയ്ത് നോക്കുക. 7000 ഇൻറ്റു 12 എത്രയാ വരിക, നോക്കി നോക്കിയേ, 84,000, 84,000. ഓക്കെ. രണ്ടാമത്തത് ഏപ്രിൽ 1 തീയതിയാണ് അല്ലെ. ഏപ്രിൽ 1 തീയതി തൊട്ട് നമ്മൾ നേരത്തെ കണക്കാക്കി എത്ര മാസം വരും ഡിസംബർ 31 വരെ, 9 മാസം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 9 മാസം. ഇനി എന്ത് ചെയ്യണം, 9 ഇൻറ്റു 4000 എത്രയാണ് വരുന്നത്, 36,000 രൂപ. അടുത്തത് നോക്കി നോക്കിയേ, സെപ്റ്റംബർ 1 തീയതി. സെപ്റ്റംബർ 1 തീയതി തൊട്ട് ഡിസംബർ 31 തീയതി വരെ എത്ര മാസമാണ് വരുന്നത്, 4 മാസം. അപ്പൊ 5000 ഇൻറ്റു 4 എത്രയാണ് വരിക, 20,000, 20,000. ഡിസംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ എത്ര മാസം ഉണ്ട്, 1 മാസം. അപ്പൊ 10,000 ഇൻറ്റു 1 എത്ര വരിക, 10,000. മനസ്സിലായോ? ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ എമൗണ്ട് വെച്ചു, എത്ര മാസം ഈ വിഡ്രോവൽസ് നടന്നിട്ട് പിന്നെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള, ആ വർഷത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കി ഈ എമൗണ്ടും ബാക്കിയുള്ള പീരീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രോഡക്റ്റ്. ഇതിപ്പോ 4 എണ്ണമായിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ എന്തെടുക്കാം, ഇതിന്റെ ടോട്ടൽ എടുക്കാം. എത്ര രൂപയാണ് കിട്ടുന്നത് നോക്കിയേ, 1,50,000, 1,50,000 രൂപയാണ് എന്ത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 1,50,000 വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കണക്കാക്കാൻ, ഇൻട്രസ്റ്റ് കണക്കാക്കാൻ. അപ്പൊ നമുക്ക് ഈ സൈഡിലൊന്ന് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ് ഇക്വേഷൻ, ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. എന്തുകൊണ്ട് ഈ 1/12 എന്ന് കൊടുത്തിരിക്കുന്നത്, നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ എന്താണ് അസ്യൂം ചെയ്തത്, അസ്യൂം 6 months ആസ് ആവറേജ് അല്ലെ. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം പല പല ഡേറ്റുകളിലാണ് വിഡ്രോവൽസ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു, അസ്യൂം 1 month, അസ്യൂം 1 month ആസ് ആവറേജ്. 1 മാസത്തിനെയാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, ആവറേജ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ നമ്മൾ എത്ര മാസത്തേക്കാണ് കാണുന്നത്, 1 മാസത്തേക്കാണ് കാണുന്നത്. കാരണം പല പല മാസങ്ങളിൽ ചെതറി കിടക്കുന്ന ഡ്രോയിങ്സ് ആണ് അല്ലെ. അപ്പൊ ഇക്വേഷൻ ഇതാണ്, ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എപ്പോഴും എമൗണ്ട് ആണ് ഫസ്റ്റ് കോളം അല്ലെ, എമൗണ്ട് ആണ് ഫസ്റ്റ് വരുന്നത്. എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ടൈം ആണ് വരുന്നത്. ആ ടൈമിലാണ് വ്യത്യാസം വരുന്നുള്ളൂ. അതിൽ രണ്ടാമത്തെ മെത്തേഡിൽ ഡേറ്റ് കൃത്യമായിട്ട് അസ്യൂം ചെയ്യാതെ വരുമ്പോൾ 6/12 എടുക്കും ടൈമായിട്ട്. ശരിക്കും ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഡ്യൂറേഷൻ എത്രയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കും. ഇവിടെ പ്രോഡക്റ്റ് മെത്തേഡിൽ വരുമ്പോൾ ഈ എമൗണ്ട് എന്നുള്ളത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്, വേറെ എമൗണ്ടുകൾ എടുക്കാതെ ആ പ്രോഡക്റ്റിന്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 1,50,000 ഇൻറ്റു 10/100 ഇൻറ്റു 1/12 എത്ര കിട്ടുക, 1,250. മുന്നേ ചെയ്ത എമൗണ്ട് ഓർമ്മയുണ്ടോ, നോർമൽ വേയിൽ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം. നോർമൽ ആയിട്ട് നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് എത്ര തന്നെയാണ്, 1,250. അപ്പൊ ഈ രീതിയിൽ ചെയ്താലും ആ രീതിയിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 1,250 ആണ്. ക്ലിയർ ആയോ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഈ പ്രോഡക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം.
അതിൻ്റെ തിയറി പോർഷൻ. In case the dates of drawings are and the amounts of drawings are clearly stated, the interest may be calculated with the help of product method. ഡേറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് എമൗണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. പല പല ഡേറ്റുകളിലുള്ള വിഡ്രോവൽസ് അത് ക്രോഡീകരിച്ച് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ അത് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പം അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദി ടൈം പീരീഡ് ബിറ്റ്വീൻ ദി ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആൻഡ് ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദി അക്കൗണ്ട്സ്. എങ്ങനെ കണക്കാക്കുക? ജനുവരി 1 തൊട്ട് ക്ലോസിംഗ് ഡിസംബർ 31 ആണെങ്കിൽ 12 മാസം, ഏപ്രിൽ 1 തൊട്ട് ഡിസംബർ 31 വരെ 9 മാസം, സെപ്റ്റംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ 4 മാസം, ഡിസംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ 1 മാസം. ഇത് കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയല്ലേ നമ്മൾ ആദ്യം ചെയ്തത്? ഓക്കെ, അപ്പൊ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. എന്താണ്? മൾട്ടിപ്ലൈ ദി പീരീഡ്സ് സോ കാൽക്കുലേറ്റഡ് ബൈ ദി റെസ്പെക്റ്റീവ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്. ദിസ് ഇസ് കോൾഡ് ദി പ്രോഡക്റ്റ്. എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്ത് പീരീഡ് ഒക്കെ കണക്കാക്കി വെച്ചിട്ട് ഈ എമൗണ്ടിനെ ആരോടും മൾട്ടിപ്ലൈ ചെയ്തു? ഈ പറഞ്ഞ പ്രോഡക്റ്റിനോട്, ഡ്യൂറേഷനോട്, ആ ഒരു മന്ത്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈഡ് ദി പീരീഡ് സോ കാൽക്കുലേറ്റഡ് ബൈ ദി റെസ്പെക്റ്റീവ് എമൗണ്ട്. ഈ പീരീഡിനെ റെസ്പെക്റ്റീവ് എമൗണ്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ്. ഈ 84,000, 36,000, 20,000, 10,000 ഇതെല്ലാം ഓരോരോ എന്താണ്? പ്രോഡക്റ്റുകളാണ്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. എന്താണ്? ആഡ് അപ്പ് ദി വേരിയസ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റുകളെല്ലാം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,50,000. ശരിയല്ലേ? നമ്മൾ ചെയ്തത് ഇതേ മെത്തേഡിൽ കൂടിയൊക്കെ തന്നെയല്ലേ? അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം തമ്മിൽ കൂട്ടുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇനി ഇത് വേണ്ട. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഫോർ 1 month on the sum of the product at the rate of percentage. എന്താണ്? ഈ സം ഓഫ് പ്രോഡക്റ്റിന്മേൽ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് വെച്ച് എത്ര മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? 1 മാസത്തേക്ക്. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. 1/12. അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ ആൻസർ കിട്ടിയിരുന്നു. എത്രയാണ്? 1250. ശരിയല്ലേ? അപ്പൊ എന്താണ് നമ്മൾ സ്റ്റെപ്സ് 4 പറഞ്ഞത്? ആദ്യം തന്നെ ടൈം പീരീഡ്, അതായത് ക്ലോസിംഗ് ഡേറ്റും ഡേറ്റ് ഓഫ് വിഡ്രോവൽസിന്റെയും ഇടയിലുള്ള പീരീഡ് ഏതൊക്കെയാണെന്നുള്ളത്, എത്രയാണ് പീരീഡുകൾ വരുന്നത് എന്നുള്ളത് എല്ലാത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത് എന്താ പറഞ്ഞത്? ഈ കാൽക്കുലേറ്റ് ചെയ്ത പീരീഡും എമൗണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കിട്ടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ്. അപ്പൊ അത് മൂന്നാമത്തെ ഒരു കോളത്തിൽ എഴുതേണ്ടി വരും അല്ലേ? ഇനി ആ പ്രോഡക്റ്റിന്റെ മൂന്നാമത്തെ കോളം ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഇനി ആ ടോട്ടൽ ഓഫ് പ്രോഡക്റ്റിന്മേൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യാം. ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് 100 ഇൻറ്റു എത്ര മാസത്തേക്ക് കാണണം? 1/12. 1 മാസത്തേക്ക് കാണണം. കിട്ടുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്കറിയാം നോർമൽ മെത്തേഡിൽ ചെയ്താലും പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്താലും സെയിം ആൻസർ ആണ്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമില്ലല്ലോ. എങ്ങനെ ചെയ്താലും പ്രോഡക്റ്റ് മെത്തേഡാണ് ഒന്നുകൂടി എളുപ്പം. ഇതിപ്പോ 4 ട്രാൻസാക്ഷൻ ആയ കാരണമാണ് നമുക്ക് നോർമൽ മെത്തേഡ് ഒന്നുകൂടി ഇതായിട്ട് ചെയ്യാൻ പറ്റിയത്. ഒരു 10 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എളുപ്പം ഏത് മെത്തേഡാണ്? പ്രോഡക്റ്റ് മെത്തേഡാണ്. മറ്റത് ഓരോന്ന് ചെയ്ത് റിസൾട്ട് എടുത്ത് എല്ലാം കൂടെ കൂട്ടി അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പമാണ് ഈ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 3 മെത്തേഡ്സേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് മെത്തേഡ് ഡേറ്റും റേറ്റും അതേപോലെ എന്താണ്? എമൗണ്ടും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ മെത്തേഡിൽ ഡേറ്റ് തന്നില്ല, എമൗണ്ടും റേറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡേറ്റ് 6 months ആക്കിയിട്ട് അസ്യൂം ചെയ്തു. മൂന്നാമത്തെ മെത്തേഡിൽ ഡേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഡേറ്റുകളൊക്കെ പല പല ഡേറ്റുകളാണ്. പല ഒരു ഇയറിൽ തന്നെ പല മാസങ്ങളിലായിട്ട് അങ്ങനെ പരന്നു കിടക്കുന്ന ഡേറ്റുകളാണ്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് എന്ത്? പ്രോഡക്റ്റ് മെത്തേഡ്. 3 മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.